ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു വ്ളോഗ് ഇടുകയാണ്. കുറേ ആയിപ്പോൾ ചാനലിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊരു പുതിയ വിശേഷം വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതെവിടാന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് തൊണ്ടയാടുള്ള കല്യാൺ സാരീസിലാണ് കേട്ടോ. ഇവിടെ വന്നത് എന്തിനാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലൊരു വിശേഷം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 23-നാണ് എൻഗേജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ആക്കണേ ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഇതിൻ്റെ പുറകെ നടക്കുന്നതും കൊണ്ട് ഒന്നിനും സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഓന് ഇവിടെ എല്ലാവരും ഓന് വന്നിട്ടിപ്പോൾ 2 ദിവസമായിട്ടേ ഉള്ളൂ. ഓനിപ്പോൾ സാറ്റർഡേ ആണ് വന്നത് കേട്ടോ. ഞങ്ങൾ സൺഡേ ആണ് ഷോപ്പിങ്ങിന് പോകുന്നത്. കാരണം ഇനി ഒട്ടും സമയമല്ല. എൻഗേജ്മെൻറ്റിന് ഇനി 5 ദിവസം കൂടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്കുള്ളത് കൊണ്ടാണുള്ളതൊക്കെ അല്ലേ അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമ്മളത് സെറ്റാക്കാൻ. അപ്പോൾ ബില്ല് കണ്ട് ഞെട്ടല്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കല്യാൺ സാരീസിൽ വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല കേട്ടോ. ഞാൻ ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നും ഇവിടെ നിന്ന് എടുത്തില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്യാമറ അലോഡാണ്. അപ്പോൾ ഞാൻ ആ ഒരു വിശേഷമൊന്നും ഞാൻ ഇതിൽ ആഡ് ആക്കിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 10K മുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് ചെറിയൊരു പ്രൈസിനാണ് എന്തെങ്കിലുമൊക്കെ മേടിക്കാം കേട്ടോ. അപ്പോൾ മക്കൾക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഓൺ ഓഫർ എന്തൊക്കെയോ പ്രൈസും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂപ്പൺസും കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എഴുതി അതിൽ ബോക്സിൽ ഇട്ടതിന് ശേഷമാണ് പിന്നെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് SM സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ SM സ്ട്രീറ്റിൽ ഓണം ഓഫർ കുറേ നടക്കുന്നുണ്ട്. നല്ല തിരക്കുള്ള ഏരിയ ആണല്ലോ SM സ്ട്രീറ്റ്. അപ്പോൾ അവിടെ തന്നെ മുമ്പ് നമ്മൾ കുറച്ചൊരു ചെറിയ ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ തൊണ്ടയാടുന്ന് ഇറങ്ങി കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ ഒരു ടീ ഷോപ്പ് കണ്ടിട്ടോ. അപ്പം അവിടെ എത്തി നമ്മൾ അടിപൊളി ചായയൊക്കെ കുടിച്ച് നല്ല അടിപൊളി സ്നാക്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ അറിയില്ല, 4 മണിയാകുമ്പോൾ ചായ കിട്ടിയില്ല, തലക്കൊരു പെരുപ്പാണ്. അത് എനിക്കും ഉമ്മക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു 1 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. ഞങ്ങൾ ഒരു 3 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവർക്കുള്ള ഡ്രസ്സും കാര്യമൊക്കെ ഞങ്ങൾ സെറ്റാക്കിട്ടോ. എന്താ അറിയില്ല, പെട്ടെന്ന് തന്നെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് SM സ്ട്രീറ്റിലാണ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിന്. ഞങ്ങൾ നടന്ന് നല്ലൊരു ഷോപ്പ് നോക്കി. SM സ്ട്രീറ്റിൽ തന്നെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടണം ഒരുപാട് ഷോപ്സുകളുണ്ട് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉള്ള ഒരുപാട് ഷോപ്സുകളുണ്ട്. അപ്പം നമ്മളിങ്ങനെ തിരിഞ്ഞ് പോയതായിരുന്നു. ഓണം ഓഫറിൽ തന്നെ നല്ല ഇത് നടക്കുന്നുണ്ട് കേട്ടോ, സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് ഷോപ്പിൻ്റെ പേര് കിട്ടുന്നില്ല. ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പ്ലാൻ ചെയ്ത റെഡിമെയ്ഡ് തന്നെയാണ്. സ്റ്റിച്ചിങ്ങിനൊന്നും സമയം കിട്ടില്ല. പിന്നെ എൻഗേജ്മെൻ്റ് അല്ലേ, വെഡ്ഡിങ്ങൊക്കെ ഇൻഷാല്ലാ അടിപൊളിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനോളും വിചാരിച്ച് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേപോലത്തെ ഡ്രസ്സ് ഡിഫറെൻറ്റ് കളേഴ്സാട്ടോ വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്താ പറയുക, ഒരു 3000 താഴെ ആയിട്ടാട്ടോ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ഡ്രസ്സ് എടുക്കാമെന്ന്. കാരണം നമുക്ക് ഒരാൾക്കല്ല ഇവിടെ നോക്കേണ്ടത്. എനിക്കാണെങ്കിൽ മുത്ത് മീന ദുവക്ക് സെറ്റാക്കണം. അപ്പം ജാബിക്കാണെങ്കിലും 3000 എബോവ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാം ഡ്രസ്സ് തന്നെ അല്ലല്ലോ, ചപ്പൽസ് പിന്നെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ സെറ്റാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ അടുക്കുള്ള ആ ഒരു ബഡ്ജറ്റിൽ എടുക്കാമെന്നായി വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഒരുപാട് തരുന്നുണ്ട്, നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് നോക്കുമ്പോൾ കുറച്ച് അധികം ഉള്ളതാണ് എടുത്ത് അവർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്ര വേണ്ടാന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് കുറച്ച് സിമ്പിളായിട്ടും എന്നാലും കുറച്ച് ഒരു ഹെവി ലുക്കും കിട്ടുന്ന ഒരു ഡ്രസ്സാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നീട് ഇടാന്നുള്ള രീതിക്കാണ് വാങ്ങിക്കുന്നത്. കൂടുതൽ വർക്കും കാര്യമൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, പിന്നെ നമ്മൾ യൂസ് ആക്കില്ല. അങ്ങനെയാണ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ ചെയ്താലും ഞങ്ങൾ രണ്ടാമത് വേറെ ഷോപ്പ് പോയിട്ടുണ്ടായിന്. ആ ഒരു വീഡിയോ എനിക്ക് മിസ്സായി എനിക്ക് തോന്നുന്നത്, എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ സെറ്റായത്. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിന് ചപ്പൽസ് അതേപോലെ മക്കളുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ഓണം ഓഫർ നല്ല നടക്കുന്നുണ്ട് SM സ്ട്രീറ്റിൽ. വരുന്നാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോയി വിസിറ്റ് ചെയ്യുക കേട്ടോ. ഷോപ്പൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങോട്ട് കയറി എടുത്തതാണ് ഞങ്ങളൊക്കെ. പിന്നെന്താ, ഞങ്ങൾ ചപ്പൽസും മക്കൾക്കും എല്ലാവർക്കും എടുത്തിട്ടോ.
പിന്നെ ഞാൻ ഇതൊക്കെ അല്ല മിനാക്കൊന്നും എടുക്കുന്നില്ല വിചാരിച്ചു. ഓൾക്കൊക്കെ ഉണ്ട്, വെറുതെ വാങ്ങിക്കേണ്ട വിചാരിച്ചിട്ട് ഒരുപാട് ഇപ്പോൾ സ്കൂൾ തുറന്ന സമയത്തും അതേപോലെ പല കഴിഞ്ഞ 9 മാസം നമുക്കൊരു നിക്കാഹ് ഉണ്ടായിരുന്നു, അന്നേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾക്ക് എന്താ അവിടെ കണ്ട ചെരുപ്പുകളൊക്കെ കണ്ടപ്പോഴേക്കും ഓൾക്ക് ഇഷ്ടപ്പെട്ടത് ഓള് കാൽമേലിടലൊടുങ്ങി. പിന്നെ അത് കിട്ടണമെന്നുള്ളൊരു വാശിയായി. പിന്നെ ഞാൻ അവൾക്ക് വാങ്ങില്ലാതെ നിവൃത്തിയില്ല, അങ്ങനെ പിന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടോ. പിന്നെന്താ അതുവാ പിന്നെ ഇത് വേണം അത് വേണമെന്ന് പറയാനുള്ളൊരു പ്രായമായിട്ടില്ലല്ലോ. അങ്ങനെ ഓൾക്ക് പിന്നെ ഒരു ഷൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് നമ്മൾ പർച്ചേസിങ് കാര്യമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് എക്സാം ഉള്ളതാണ് മൺഡേ, അതുകൊണ്ട് തന്നെ വേഗം തന്നെ കഴിയണമെന്നുണ്ടായിരുന്നു. പിന്നെ ദുവാക്കാണെങ്കിൽ നല്ല പനിയൊക്കെ ആണ് കേട്ടോ, ജലദോഷമൊക്കെ ആണ്, ആൾക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു സമയത്ത്, പിറ്റേന്നേക്കാണ് അധികമായിട്ടുണ്ടായിന്. അങ്ങനെ കാത്തിരുന്ന് നമ്മളെ എന്നും പതിവ് പോലെ തന്നെ മന്തി തന്നെയാണ് ഈ പ്രാവശ്യം. ഞങ്ങൾക്ക് മന്തിയാണ് രാത്രി, ഇന്തലിക്ക് റൈസ് കിട്ടണം, അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ റൈസ് തന്നെ ആക്കിയതാണ്. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ എൻഗേജ്മെൻറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും. എനിക്ക് കുറച്ചുകൂടി പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട്. ആ ഒരു വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വന്നേക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.